പ്രൈസ് ലോർഡ്. തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്തതായ നന്മ പ്രവൃത്തികൾ, നീതി പ്രവൃത്തികൾ, ദൈവത്തിന് പ്രസാദകരമായ ജീവനങ്ങൾ വേറൊരു വ്യക്തി ചെയ്യുന്നു എങ്കിൽ നമുക്ക് പെട്ടെന്ന് അവനോടൊരു അസൂയ തോന്നും, ഒരു പ്രയാസം. അവൻ എന്നേക്കാൾ വലിയവനായല്ലോ എന്നുള്ളതായ, അല്ലെങ്കിൽ ദൈവം അവനെ കൂടുതൽ അംഗീകരിച്ചല്ലോ എന്ന് ഒരു ചിന്ത. അത് തീർച്ചയായിട്ടും ഒരു മാനുഷിക ബലഹീനതയാണ്, പാപത്തിൻ്റെ ചിന്തയാണ്. എല്ലാ മനുഷ്യരിലും, എന്നിലും നിങ്ങളിലും എത്ര വിശുദ്ധരാണെങ്കിലും ഈ പാപകരമായ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ വളരെ പ്രയാസമാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ രക്ഷ നേടാം എന്ന് കർത്താവ് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 40 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ ഒന്ന് വായിച്ചു നോക്കിയാൽ അവിടെ ഒരു സംഭവം ഉണ്ടായി. ശിമോൻ എന്ന് പറയുന്നതായ ഒരു പരീശൻ്റെ ഭവനത്തിൽ കർത്താവ് അത്താഴത്തിന് വേണ്ടി വന്നു. യേശു അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പാപിനിയായ ഒരു സ്ത്രീ, ആ ശിമോൻ്റെ അയൽവക്കത്ത്, ശിമോനൊക്കെ നല്ല പരിചയമുള്ളതായ ഒരു പാപിയായ സ്ത്രീ, അവളുടെ ഭവനത്തിൽ വെച്ചിരുന്നതായ ഒരു വെൺകൽ ഭരണി നിറയെ ഉള്ള പരിമള തൈലം എടുത്തും കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ പുറകിൽ വന്ന് കരഞ്ഞും കൊണ്ട്, കണ്ണുനീരും കൊണ്ട് യേശുവിൻ്റെ പാദം നനച്ച് അവളുടെ മുടി കൊണ്ട് തുടച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് കണ്ട ശിമോൻ എന്ന പരീശൻ പെട്ടെന്ന് ചിന്തിച്ചു, നോക്കൂ, യേശു വാസ്തവമായി ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ അവൻ്റെ കാൽപാദം കണ്ണുനീര് കൊണ്ട് നനച്ചതിന് ശേഷം മുടി കൊണ്ട് തുടയ്ക്കുന്ന ആ സ്ത്രീയെക്കുറിച്ച് ഒരു ധാരണ യേശുവിനുണ്ടാകുമായിരുന്നല്ലോ എന്ന് അവൻ്റെ മനസ്സിൽ ചിന്തിച്ചു. അവൻ്റെ ഹൃദയത്തിൻ്റെ വിചാരത്തെ തിരിച്ചറിഞ്ഞതായ കർത്താവ് അവനോട് പറയുന്ന വാക്യം 41-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ ഇങ്ങനെ കാണുന്നു. ശിമോനോട് കർത്താവ് പറയാണ്, ശിമോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട്. അവൻ പറഞ്ഞാലും കർത്താവേ. ഒരു മനുഷ്യന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും 50 വെള്ളിക്കാശും ഇങ്ങനെ കൊടുക്കുവാനുള്ള 2 കടക്കാർ. എന്നാൽ അവർക്ക് വീട്ടുവാൻ വകയില്ല. അവർ ദരിദ്രരാണ്. അവർ ഓടി വന്ന് ആ ഉടയവനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്ന് ഏറ്റു പറഞ്ഞു. നല്ലവനായ മനുഷ്യൻ അവർക്ക് 2 പേർക്കും ആ കടം ഇളച്ചു കൊടുത്തു, ക്ഷമിച്ചു കൊടുത്തു. നിങ്ങൾ തരണ്ട, നിങ്ങളുടെ കഴിവില്ലായ്മയെ എനിക്ക് മനസ്സിലായി, നിങ്ങളത് തിരികെ തരണ്ട എന്ന് പറഞ്ഞ് അവരോട് ക്ഷമിച്ചു. കർത്താവ് ശിമോനോട് ചോദിക്കുകയാണ്, ശിമോനെ, ഇവരിൽ ആരാണ് ആ മനുഷ്യനെ കൂടുതൽ സ്നേഹിക്കുന്നത്? ശിമോൻ ഉത്തരം പറഞ്ഞത്, തീർച്ചയായിട്ടും കൂടുതൽ ഇളച്ചു കിട്ടിയവനാരോ അവനധികം അവനെ സ്നേഹിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു മറുപടി പറഞ്ഞത്, നീ പറഞ്ഞത് മുഴുവനായി ശരിയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മറ്റുള്ളവർ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും ദൈവത്തിന് പ്രസാദകരമായി നീതി പ്രവൃത്തികളൊക്കെ ചെയ്ത് അവർക്ക് നല്ലൊരു ജീവനം കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അവരോട് ക്ഷമിച്ച പാപങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ബോധം അവരുടെ ഹൃദയത്തിൽ നല്ലതായി തറച്ചിറങ്ങിയിട്ടുണ്ട്. അതാണ് കാരണം. അവർക്കറിയാം അവരെത്രത്തോളം പാപിയായിരുന്നുവെന്ന്. നമ്മുടെ പാപത്തെക്കുറിച്ചുള്ളതായ ഒരു ചിന്ത, ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ മാത്രമേ, യേശു നമ്മളോട് എത്രമാത്രം ക്ഷമിച്ചു എന്ന് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ അർപ്പണാത്മകമായ ഒരു ചിന്തയുണ്ടാകുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എടുത്ത് കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ആ സ്ത്രീ കൊണ്ടുവന്ന വെൺകൽ ഭരണിയാണ്. എന്താണ് ഈ വെൺകൽ ഭരണി? നമ്മൾ ആരെങ്കിലും ആ വെൺകൽ ഭരണിയെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഒരു പാരമ്പര്യമുണ്ട്. അവർ പരിമള തൈലം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വെൺകൽ ഭരണിയുണ്ട്. അത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. വളരെ വില കൂടിയതാണ്. പ്രധാനപ്പെട്ട വ്യക്തികൾ, വളരെ ബഹുമാനമേറിയതായ വ്യക്തികൾക്ക് വേണ്ടി അവർ ഭവനത്തിൽ കടന്നു വരുമ്പോൾ അവരെ പൂശുവാനും, അവരുടെ എണ്ണയിൽ, അവരുടെ തലയിൽ പൂശുവാനും, അവരുടെ ശരീരത്തിൽ പുരട്ടുവാനും ഉപയോഗിക്കുന്നതായ വളരെ ബഹുമാനമേറിയതായ ഒരു പരിമള തൈലമാണ് അത്. അതിനൊരു വിശേഷതയുണ്ട്. അത് സൂക്ഷിച്ചിരിക്കുന്നതായ ഭരണി സീൽഡാണ്.
ഒരിക്കലും അല്പാൽപമായിട്ട് എടുക്കാൻ കഴിയത്തില്ല. അത് ഉപയോഗിക്കണമെങ്കിൽ ആ വെൺകൽ ഭരണി പൊട്ടിക്കണം. അത് കല്ലുകൊണ്ട് സൃഷ്ടിച്ചതായ, അത് തുറക്കുവാൻ കഴിയാത്ത, പൊട്ടിച്ചെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അത് അല്പം ഉപയോഗിച്ചിട്ട് വെച്ചേക്കാൻ കൊള്ളുകയില്ല. അത് മുഴുവനായി വേസ്റ്റായി പോകും. അത് മുഴുവനും ഉപയോഗിക്കണം. അതാണ് അതിൻ്റെ ഘടന. ഇങ്ങനെയുള്ളതായ ഒരു വെൺകൽ ഭരണിയാണ് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തല്ലിപ്പൊട്ടിച്ച് അവൾ യേശുവിൻ്റെ പാദത്തിൽ ഒഴിച്ച് അത് തുടച്ചത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ഒരു സമ്പൂർണമായ സമർപ്പണാത്മകമായ ഒരു ആരാധനയുടെ വെളിച്ചം ഏത് മനുഷ്യനിലാണ് സംഭവിക്കുന്നത് എന്ന് എടുത്തു കാണിക്കുവാനാണ് ആ വാക്ക്, ആ ഭരണിയെക്കുറിച്ചുള്ളതായ ഒരു പേര്, ഒരു വിശദീകരണം ദൈവത്തിൻ്റെ വചനം നമുക്കായി ദാനം ചെയ്തത്. നമ്മുടെ ജീവിതം വെൺകൽ ഭരണിക്ക് തുല്യം. അത് മുഴുവനായി പൊട്ടിച്ച് ഉപയോഗിക്കുമ്പോഴാണ് ദൈവത്തിന് പരിമള തൈലമായി സൗരഭ്യവാസനയായി തീരുന്നത്. അല്പാൽപമായി എടുത്തുപയോഗിക്കുന്നതൊന്നും ദൈവത്തിന് പ്രസാദകരമല്ല. പരിമള തൈലം വെൺകൽ ഭരണി ഉടച്ച് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നതായ ഒരു ഉപയോഗമാണ്. നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായ ഒരു അർപ്പണാത്മകമായ ആരാധന ദൈവത്തിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ആരാധന മറ്റുള്ള പലരിലും അതൊരു അസൂയ സൃഷ്ടിക്കുന്നതായിരിക്കും, മനപ്രയാസം സൃഷ്ടിക്കുന്നതായിരിക്കും. പക്ഷെങ്കിൽ നിനക്കറിയാം ദൈവം നിന്നോട് എന്ത് ചെയ്തു, എന്താണ് നിനക്കായി ചെയ്തിട്ടുള്ളത്, നിന്നോട് ക്ഷമിച്ചു തന്നിരിക്കുന്ന പാപങ്ങൾ എന്താണ്, നിന്നെ ദൈവം എങ്ങനെയാണ് സ്നേഹിച്ചത്. പാപിനിയായ സ്ത്രീയെ ആ സമൂഹത്തിലല്ല, അവഗണിക്കപ്പെട്ട ഒരു ജീവിതം ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ യേശു അവിടെ വന്നു എന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് കൊടുക്കുവാനുള്ള വലിയൊരു സമ്പത്തായി എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് കാണുമ്പോൾ അവൻ്റെ പാദത്തിൽ തല്ലി പൊട്ടിച്ചൊഴിക്കുവാൻ വേണ്ടി അവൾ വിലയേറിയ പരിമള തൈലം വെൺകൽ ഭരണിയിൽ സീല് ചെയ്ത് കിട്ടുന്നതായ ആ സാധനം ധനികർക്ക് മാത്രം വാങ്ങിക്കുവാൻ കഴിയുന്നതും ധനികർക്ക് മാത്രം ഉപയോഗിക്കുന്നതുമായ ആ വെൺകൽ ഭരണി അവളുടെ ഭവനത്തിൽ സൂക്ഷിച്ചു. ഒരു ദിവസം യേശു എൻ്റെ മുൻപിൽ വരും, എനിക്കങ്ങനെ ഒരു അവസരം കിട്ടും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് നീ അറിയുന്നുവെങ്കിൽ നിൻ്റെ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധം നിൻ്റെ ഹൃദയത്തിൽ നിന്നെ ഭരിക്കണം. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ളതായ അസൂയയ്ക്ക് അതൊരർത്ഥം കിട്ടും. നീ ദൈവത്തിന് പ്രസാദകരമുള്ളവനായിത്തീരും. നിന്നെക്കുറിച്ചുള്ളതായ ഒരു ചിന്ത, അല്ലെങ്കിൽ നിന്നെ ദൈവം നന്നായി അറിയുന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ ഒരു ബോധ്യമുണ്ടാകും. മറ്റുള്ളവരുടെ ആരുടെ മുൻപിൽ വെച്ചും ദൈവത്തെ സ്നേഹിപ്പാനും ആരാധിപ്പാനും അർപ്പിക്കുവാനും മുഴുവനായി ദൈവത്താൽ ആകർഷിക്കപ്പെടേണ്ടതിന് അനേകരിൽ അസൂയ സൃഷ്ടിക്കുന്നതായ ഒരു നീതിപൂർണമായ ഒരു ജീവിതം നിനക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കും. അത് നിന്റെ വിടുതലിന് ഒരു ആരംഭമായിരിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം സൃഷ്ടിക്കും. നിന്റെ ജീവിതത്തിൽ പുതിയൊരു അഭിഷേകം നിനക്ക് കൊണ്ടുവരും. നിന്റെ പാപങ്ങളുടെ ക്ഷമ അപ്പോഴാണ് നിനക്കൊരു കൺഫർമേഷൻ ലഭിക്കുന്നത്. അതൊരു പുതിയ ആരംഭം നിന്നിൽ സൃഷ്ടിക്കും. മറ്റുള്ളവർ പറയുന്നതും നിന്നിൽ ആരോപിക്കുന്നതുമായ ആ വർത്തമാനത്തെക്കുറിച്ച്, ആ വാർത്തയെക്കുറിച്ച് നീ കേട്ട് അധൈര്യപ്പെടരുത്. യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതായൊരു ബോധ്യം നിന്റെ ഹൃദയത്തിൽ വരുമ്പോൾ, നിന്റെ പാപങ്ങളെക്കുറിച്ചുള്ളതായൊരു ബോധ്യം അതെത്ര കഠിനമായിരുന്നു എന്ന് നീ ചിന്തിക്കുമ്പോൾ, നീ അതിനെക്കുറിച്ചുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു മനസ്സൊരുക്കം നിന്റെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അത് ആരാധനയായി മാറുന്നു, സമർപ്പണമായി മാറുന്നു, സൗരഭ്യവാസനയായി മാറുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു, അംഗീകരിക്കുന്നു, ദൈവം നിന്നോടൊപ്പമാണ് എന്നുള്ളതായ ഒരു സാക്ഷ്യം അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നു. അതാണ് ദൂതന്മാർ പോലും ഏറ്റുപാടുന്നതായ സംഗീതം. അങ്ങനെയുള്ളതൊരു മകൾ ജീവിതത്തിനായി ഈ പ്രഭാതം നിന്നിൽ കാഴ്ചവെക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.